LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. മഹാലക്ഷ്മി കൂടെ നിന്നിട്ട് കാല് വരിയല്ലടാ. വേണ്ട വേണ്ട, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്റെ മിടുക്കൊന്നും കാണിക്കണ്ട. സാഗരേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മഞ്ജു ഒന്ന് വീട് വരെ പോണം. എന്നിട്ട് കണ്ണൻ സാറിനെ മഹാലക്ഷ്മിയെ ഒന്ന് കാണണം. കണ്ടിട്ട് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് തിരക്കിക്കോ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇറങ്ങി പോടി. ഇറങ്ങി പോവാൻ. ശരി. കണ, ഞങ്ങളോടും മേഘനോടുള്ള ശത്രുത വെച്ചിട്ട് അവനെ ഇറക്കിക്കൊണ്ടുവരാനൊന്നും നീ പോവരുത്. അവളുടെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണക്കാരൻ അവന്. ഞങ്ങൾ മക്കളെക്കാൾ കൂടുതൽ അമ്മ സ്നേഹിച്ച മേഘൻ. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി അവന്റെ കർണത്തടിക്കുന്നതിന് പകരം അവളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അവന് വിവാഹത്തിന് മുമ്പ് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്ന് മഞ്ജു പറഞ്ഞല്ലോ. അതിന് തെളിവ് നിർത്തിയല്ലോ. എന്നിട്ട് അവന്റെ നേരെ ഒരു വിരൽ ചൂണ്ടാൻ പോലും അമ്മയായി നിങ്ങൾക്കും ആങ്ങളയായി ഇവനും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ ആരും കൂടുതൽ പ്രസംഗിക്കണ്ട. അവൾക്ക് എന്തായാലും കിട്ടേണ്ടത് കിട്ടിയല്ലോ അമ്മേ. ഇനി പറയാൻ പറ്റില്ല അയാൾ പോയി രക്ഷിക്കുമെന്ന്. അയാളുടെ സ്വഭാവം അതാ. വേണമെങ്കിൽ അവനെ അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അമ്മ ജീവിച്ചിരിക്കണമെന്നൊന്നും ആ പോയവർക്കൊന്നും ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ പറഞ്ഞതുപോലെ അതല്ല അതിനപ്പുറം ചെയ്യും. എടീ, നീ ഇവിടെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ നിന്നെ പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ നിന്നത്. നിന്നെ കൊന്നളയാൻ വേണ്ടത്. തൊട്ടുപോരു തന്നെ. നിനക്ക് വേറെ കെട്ടാം, അതിൽ കുഞ്ഞുങ്ങളെയും ജനിപ്പിക്കാം. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ നിനക്കൊപ്പം ജീവിക്കണോ അല്ലേ? ഇനി നീ എനിക്കൊപ്പം ജീവിക്കണ്ട. പക്ഷെ അകത്ത് കിടക്കുന്നവനോടൊപ്പം നീ ഇനി ജീവിക്കാൻ പോകുന്നില്ല. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ സാഗരേട്ടനെ പുറത്ത് കൊണ്ടുവരൂടാ. നിന്റെ സാഗറിനെയോ? അത്രയ്ക്കൊക്കെ അവൻ നിന്റെ മനസ്സിൽ കത്തി പടർന്നു കഴിഞ്ഞല്ലേ? എന്താ സംശയം? സാഗരേട്ടനെ എന്നെ ജീവനാ. അവൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയതല്ലേ ഉള്ളൂ. ഇതേപോലെ ഒരുപാട് പെൺകുട്ടികൾ അവൻ വല വീശി പിടിച്ചിട്ടുണ്ട്. അവരാരും ഇപ്പൊ അവന്റെ കൂടെ ഇല്ല. ആയിക്കോട്ടെ, എന്തായാലും നിന്നെക്കാളും മെച്ചോ സാഗരേട്ടൻ. എടീ, കടിക്കുന്ന പാമ്പിനെ നീ എടുത്ത് തോളത്തിട്ടേക്കുന്ന. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിക്കോളും. കിട്ടുമ്പോ ഞാനത് വാങ്ങിച്ചെടുത്തോളാം. ഇയാളുടെ പാട് നോക്കി പോവാൻ നോക്ക്.
എടാ അനന്തു, നീ എന്താണ് ഇവിടെ? മഞ്ജുവിന്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചോണ്ട് വന്നെന്ന് അറിഞ്ഞു. ജാമ്യം കിട്ടുമെന്ന് നോക്കണം. എടാ, കണ്ണൻ പോലും ഈ വിഷയത്തിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നീ എന്തിനാടാ അവനെ മറികടന്ന് ഇങ്ങോട്ട് വന്നത്? ഞാനും കണ്ണനൊക്കെ വക്കീലന്മാരായതേ അത്യാവശ്യം ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനാ. പിന്നെ പഠിച്ച പണി മറക്കാനും പാടില്ലല്ലോ. എടാ, അവൻ എന്റെ ഭാര്യയാണ് തട്ടിക്കൊണ്ട് പോയത്. ഇപ്പൊ നിന്റെ ഭാര്യയല്ല മഞ്ജു, സാഗറിന്റെ ഭാര്യ. നിയമപരമായിട്ട് നിങ്ങൾ വേർപിരിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ മനസ്സുകൊണ്ട് മഞ്ജു നിന്നെ പിരിഞ്ഞു കഴിഞ്ഞു. ഇന്ന് മഞ്ജു ഏറ്റവും കൂടുതൽ വെറുക്കുന്നതേ നിന്നെയാ. ഞങ്ങൾക്കിടയിലേക്ക് സാഗർ എന്ന് പറയുന്നവൻ നുഴഞ്ഞു കയറിയതാ. അങ്ങനെ നുഴഞ്ഞു കയറാൻ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തത് നീയാടാ. കല്യാണം കഴിഞ്ഞ ശേഷം മഞ്ജു അറിഞ്ഞത് നീ ആരാന്ന്. നിനക്കൊരു പെൺകുട്ടിയായിട്ട് അടുപ്പം മാത്രമല്ല, നിനക്ക് അവളൊരു കുഞ്ഞുണ്ട്. ഏത് പെണ്ണാണ് അതൊക്കെ സഹിക്കുക? എടാ, ഈ പറഞ്ഞ സാഗറിന് മറ്റു പെൺകുട്ടികളായിട്ട് ബന്ധമില്ലേ? അവന്റെ തൊഴിൽ തന്നെ അതാ. പല ആണുങ്ങളിൽ നിന്നും പൈസ വാങ്ങിച്ചെടുത്തിട്ട് അവൻ പല കുടുംബങ്ങളെയും തകർത്തിട്ടുണ്ട്. നീയും മഹാലക്ഷ്മി കണ്ണനെ തമ്മിൽ തെറ്റിക്കാനല്ലേ സാഗറിനെ വിലക്കെടുത്തത്? എടാ, മഹാലക്ഷ്മിയും കണ്ണനും ദൈവികത്തോളവരാ. അതുകൊണ്ടാടാ അങ്ങനെ നിനക്ക് വേണ്ടി വന്ന സാഗർ നിന്റെ ഭാര്യക്ക് തുണയായത്. എന്തായാലും ഇപ്പോ നിന്നേക്കാളും മെച്ചം അവൻ. മഞ്ജുവ, നമുക്ക് SI ഒന്ന് കാണണം. സാർ, വരൂ. വാ മഞ്ജു. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. സാർ, ഇത് അകത്തെടുക്കുന്ന സാഗറിന്റെ വൈഫാ മഞ്ജു. ആ, ഇരിക്കേ. പുറത്തു നിൽപ്പുണ്ടായിരുന്നല്ലോ ഒരുത്തൻ, ഈ കുട്ടിയുടെ ഹസ്ബൻഡ്. അയാൾ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് അല്ല സർ. എന്ന് എങ്ങനെ പറയാൻ പറ്റും? നിയമപരമായിട്ട് നിങ്ങൾ ബന്ധം പിരിഞ്ഞോ? ശരിക്കും പറഞ്ഞാൽ ഒരുത്തന്റെ ഭാര്യയാ അകത്ത് കിടക്കുന്നവൻ തട്ടിക്കൊണ്ടുപോയത്. ഞാൻ എന്റെ ഇഷ്ടപ്രകാരോ സാറേ സാഗർ എന്നോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെയാണല്ലോ ഇപ്പൊ പല പെൺകുട്ടികളും ബംഗാളിലേക്കും ബീഹാറിലേക്കും ഒക്കെ പോകുന്നതിനേക്കാൾ സ്പീഡിൽ തിരികെ വരുന്നുമുണ്ട്. സാർ, ഇതങ്ങനെയല്ല സാർ. സ്വന്തം മുറച്ചെറുക്കനെ തന്നെ മഞ്ജു വിവാഹം കഴിച്ചത്. പക്ഷേ അവന് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കാമുകിയും അതിലൊരു കുഞ്ഞുണ്ട്. അത് വിവാഹ ശേഷമാണ് മഞ്ജു അറിയുന്നത്. എന്ന് മാത്രമല്ല, അവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. നിയമപരമായി ഒരു ഭർത്താവുള്ളപ്പോ ആ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയാൽ അത് തെറ്റ് തന്നെയാ. സാർ, ഇത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു കേസല്ല സാർ. ജാമ്യം ഞാൻ തന്നോളാം. പക്ഷെ കേസ് കോടതിയിലെത്തുമ്പോ ശക്തമായ തെളിവുകൾ നിർത്തേണ്ടി വരും. അതിൽ നൂരി പോരാൻ. അത് ഞങ്ങൾ നോക്കിക്കോളാം സാർ. അവന്റെ വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ ഓരോന്നായി ഞങ്ങൾ ചികഞ്ഞെടുത്ത് കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചോളാം. ശരി, എന്നാ പിന്നെ ഞാൻ കൂടുതൽ കടമ്പെടുത്തൊന്നും പിടിക്കുന്നില്ല. സർ, ആ ലോക്കപ്പിൽ കിടക്കുന്നവനെ ഇങ്ങ് കൊണ്ടുപോവാ. ശരി സാർ. പക്ഷേ ഒരുത്തനെ കെട്ടി, സ്വന്തം മുറച്ചെറുക്കനെ. അവൻ പ്രശ്നക്കാരനാണെന്നും മനസ്സിലായി. അതിനുശേഷവും അതേ രീതിയിൽ തന്നെ ജീവിക്കുന്നവനോടൊപ്പം എന്തിനാ ഇറങ്ങിപ്പോയത്? പരാതിക്കാരൻ സാഗർ എന്ന് പറയുന്നവന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പെൺകുട്ടികളെ വലയിലാക്കുന്നതിൽ അവൻ വിരുദ്ധനായിരുന്നല്ലോ. പക്ഷേ ഇപ്പൊ സാഗരേട്ടൻ അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു. ഞങ്ങളിപ്പോ നല്ല രീതിയിലാ ജീവിക്കുന്നത്. നല്ലതാണോ കെട്ടതാണോ എന്നൊക്കെ പിന്നീടല്ലേ തിരിച്ചറിയാൻ പറ്റൂ. അതെ, ആദ്യം ഒരു അബദ്ധം പറ്റി. ഇനി രണ്ടാമത്തേത് അതിലും വലിയ അബദ്ധമാണെങ്കിൽ മൂന്നാമത്തേതെങ്കിലും
ഇതുപോലെ കുഴി പോയി വീഴാതിരിക്കാൻ നോക്കണം. സ്റ്റേഷൻ ജാമ്യം കിട്ടിയടാ. ഞങ്ങളെ ഇവനെ കൊണ്ട് പോവാ. പൊയ്ക്കോടാ പൊയ്ക്കോ. പക്ഷേ എവിടെ പോയാലും ദാ ഇവനുള്ളത് അത് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നീക്കി വെക്കണ്ട. എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലേ ഇപ്പോഴേ കൊടുത്തോ. അധിക നാളെ നീ ദാ ഇവനോടൊപ്പം വാഴത്തില്ല. അധിക നാള് വേണ്ട, കുറച്ചു നാള് മതി. എന്നാലും ഒരു മനുഷ്യനോടൊപ്പമാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നതെന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. എന്നുവെച്ചാ ഇതിനു മുമ്പ് ഒരു മൃഗത്തോടൊപ്പമാണോ മഞ്ജു ജീവിച്ചത്? എന്താ സംശയം? മൃഗങ്ങളൊക്കെ ഇവനേക്കാൾ എത്രയോ ഭേദവാ. മൃഗത്തെക്കാൾ നികൃഷ്ട ജീവിയാണ് ഞാനെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെങ്കില് ആ ജീവിക്ക് പലതും ചെയ്യാൻ കഴിയൂടി. നീ ആ മാർക്കോടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവോടാ. മാർക്കോയാ ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് സാഗറിനോ മഞ്ജുവിനോ എന്തെങ്കിലും പരിക്ക് പറ്റിയ പിന്നെ നിന്റെ മാംസത്തിലായിരിക്കും മണ്ണ് പറ്റുന്നത്. ഒരു മാർക്കോടെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട നീയൊന്നും. എന്നെ തേച്ചവനെയൊന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആരോടും ഇനി മത്സരമില്ല, യുദ്ധമില്ല. ദേവിയത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ ജീവിതം തകർത്തിട്ട് വേണോടാ നിനക്ക് ജീവിക്കാൻ. എടാ, നിനക്കിപ്പോ ജീവിക്കാൻ എന്താടാ പാട്? നിനക്കൊരു കാമുകിയില്ലേ? അതിലൊരു കുഞ്ഞില്ലേ? അവളെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് ഭാര്യയാക്കടാ. എന്നിട്ട് ആ ഭാര്യയും കുഞ്ഞുമായിട്ട് മാനം മര്യാദക്ക് ജീവിക്കാൻ നോക്കടാ. ഞാൻ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു ജീവിതം ഉണ്ടടാ. അത് തല്ലിക്കെടുത്തിയവനെ ഒന്നും ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അനുവദിക്കില്ല. അത് നീയൊക്കെ മനസ്സിൽ വെച്ചോ കേട്ടാ. അവന്റെ വെല്ലുവിളിയൊന്നും കാര്യമൊക്കെ എടുക്കണ്ട. സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട ഒരുത്തന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റൂ? എന്നെ കൂടെ ജീവിപ്പിച്ചിരുന്നത് കണ്ണീട്ട് നാളെ എനിക്ക് തരുന്ന സ്വത്തിനെ പറ്റി ചിന്തിച്ചിട്ട് മാത്രമാ. അല്ലാതെ അയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല അനന്തുവേട്ടാ. എനിക്കറിയാലോ മോളെ അവന്റെ സ്വഭാവം. എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട. സാഗർ പഴയ സാഗർ ആവാതിരുന്ന മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടതൊക്കെ കണ്ണൻ ചെയ്തു തരും. പിന്നെ കണ്ണനും മഹാലക്ഷ്മിയും നിങ്ങളെ ഏറ്റെടുത്തോളും. അതൊന്നും വേണ്ട സാർ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ തന്നെയാ ഞാൻ മഞ്ജുവുമായി ഒന്നിച്ചത്. ഇത്തിരി കഷ്ടപ്പെട്ടാലും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഒരു കുറവും വരില്ലെന്ന് ഞങ്ങളൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. പിന്നെ അതിനിടയിൽ ഇപ്പോൾ ഭീഷണി മുഴക്കിയിട്ട് പോയതിൻ്റെ ഭാഗത്ത് നിന്ന്
തിരിച്ചടിയൊന്നും ഉണ്ടാവാതിരുന്നാ മതി. ശരി, നിങ്ങൾ വാ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വിടാം. വാ. കണ്ണേട്ടാ, അവനെ ജാമ്യത്തിൽ വിട്ടു, സാഗറിനെ. ഓ, അനന്തുവാ പോയി ജാമ്യം എടുത്തത്. മഞ്ജുവിനോടുള്ള എന്റെ സ്നേഹം എന്താണെന്ന് അവനറിയാം. അതുകൊണ്ടായിരിക്കും അവളുടെ സങ്കടം കണ്ടപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് അനന്ത് പോയത്. മഞ്ജുവിന്റെ സങ്കടം കണ്ടപ്പോ എനിക്കും വേദന തോന്നിയതാ. പിന്നെ സാഗറിനെ ജാമ്യത്തിലെടുക്കാനായി കണ്ണേട്ടനോട് പോവാൻ പറയാൻ തോന്നിയില്ല. മേഘൻ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അവിടെ വലിയ ക്ലാഷ് ഉണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞ്. അവന് കിട്ടേണ്ട തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു കണ്ണേട്ട. പിന്നെ ആ തിരിച്ചടിക്ക് മഞ്ജു തെരഞ്ഞെടുത്ത മാർഗത്തോടാണ് യോജിക്കാൻ പറ്റാത്തത്. മേഘൻ പലതവണ എന്നെയും തന്നെ കൊല്ലാൻ നോക്കി. അതിന് മാർക്ക് അവനെ തല്ലിക്കൂട്ടുമെന്ന് ഞാൻ കരുതിയേ. പക്ഷെ അതിനു പകരം അതിനേക്കാൾ വലിയ ശിക്ഷ മേഘന് കൊടുക്കാനാ മാർക്ക് നോക്കിയത്. പക്ഷെ അവിടെ അവനും പാളിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. സാഗറിന് നല്ല മാറ്റമുണ്ടെന്ന മാർക്കോ പറയുന്നത്. എന്ത് മാറ്റമുണ്ടെന്ന് പറഞ്ഞാലും അവനെ നമ്മളിനെ അരികിലേക്ക് വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഒരിക്കൽ ചതിച്ചവൻ വീണ്ടും സൗഹൃദം കൂടി അരികിലേക്ക് വന്നാൽ അവനെ അകറ്റി നിർത്തണമെന്ന പ്രമാണം. അതിന് വിരുദ്ധമായി നമ്മൾ നീങ്ങിയാൽ അവൻ നമുക്ക് തിരിച്ചടി തന്നിരിക്കും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെല്ലുവിളി നടത്തി ഒരുത്തനുണ്ടല്ലോ, മേഘൻ. അവൻ ഉറപ്പായിട്ടും തക്കതായി തിരിച്ചടി കൊടുക്കണം. എങ്ങനെ? അതിനൊക്കെ മാർഗമുണ്ട്. അവനെ അന്ധമായി വിശ്വസിച്ച എന്റെ മഞ്ജുവിനെയാ അവൻ കരയിച്ചത്. അതിന് അവന് നഷ്ടങ്ങൾ ഉണ്ടാവണം മഹി. സ്വത്തിനും പണത്തിനും വേണ്ടിയല്ലേ അവൻ അവന്റെ അച്ഛനും ആർത്തി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നേ. പകരം അവൻ അവന്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടാലോ? കണ്ണേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഇനി മേഘന്റെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇവിടെ രക്തച്ചൊരിച്ചിലൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളും നല്ലൊരു ബുദ്ധി എന്റെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ട്, അവനെ തളയ്ക്കാൻ. ഞാൻ വന്നത് നിന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനാ. ചതിയനാണ് മേഘനാഥൻ. നീ അവന് സ്നേഹം മാത്രമല്ല, നിന്റെ മാനാഭിമാനവും അവന്റെ മുന്നിൽ പണയപ്പെടുത്തിയ കൂട്ടത്തിലാ. എന്നിട്ട് അവന്റെ ജീവിതം തകർക്കാതെ, അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാതെ, അവനെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറ്റാതെ വഴിമാറി നടക്കുകയായിരുന്നു. അങ്ങനെയുള്ള നിന്റെ മുമ്പിലേക്കാണ് അവൻ ഭീഷണിയുമായിട്ട് വന്നത്. അതുകൊണ്ട് മാർക്ക് എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യും. അതുകൊണ്ട് നിനക്ക് ഗുണമേ ഉണ്ടാവൂ. അവൻ നിനക്കും നിന്റെ കുഞ്ഞിനും ചെലവിന് തരേണ്ടവനാ. നിന്റെ കുഞ്ഞ് അവന്റേതാണെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം ഒരു കോടതിക്കും നിന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അവൻ എന്റെ മുന്നിൽ വന്നു നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതോടെ അവനുമായിട്ടുള്ള എന്റെ എല്ലാ ബന്ധവും തീർന്നു. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി സെയിൽസ് ഗേളായിട്ട് നിന്നാ എനിക്കും എന്റെ മോനും കഷ്ടിച്ചു പോവാം. എങ്കിലും അതല്ലല്ലോ മാർക്കോ എനിക്ക് വേണ്ടത്. അവന്റെ കുഞ്ഞിനെങ്കിലും അവൻ ചിലവിന് കൊടുക്കണ്ടേ? അവന്റെ കുഞ്ഞിന് മാത്രമല്ല, നിനക്കും തരണം. അവൻ സാമാന്യം കാശുള്ള വീട്ടിലൊരു അംഗമാ. കണ്ണൻ സാറുമായിട്ടുള്ള അവന്റെ ബന്ധമൊക്കെ അറിയാലോ. എനിക്കറിയാം. അവരുടെ കൃപയിലാണല്ലോ അവനും അവന്റെ കുടുംബവും കഴിയുന്നത്. അവരെ പറ്റിച്ച് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്.
ആ ഉണ്ടാക്കിയതൊന്നും പോരാഞ്ഞിട്ട് കണ്ണൻ സാറിന്റെ സ്വത്തിന്റെ ഒരു ഭാഗം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാ സ്വന്തം മുറപ്പെണ്ണിനെ അവൻ കെട്ടിയത്. അതൊക്കെ എനിക്ക് അറിയാം മാർക്കോ. ഒരുപാട് തവണ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കാൻ ഒരു മുറപ്പെണ്ണുണ്ടായിട്ടും അതൊന്നും പുറമേ കാണിക്കാതെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പെൺകുട്ടികളെ അവൻ കെണിയിൽ പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ എന്നാലും ശിക്ഷ കിട്ടിയല്ലേ പറ്റൂ മനസ്സാ. അതിനുള്ള സമയമായി. അതുകൊണ്ട് നമുക്കൊരു വക്കീലിനെ കണ്ട് ഒരു കംപ്ലൈന്റ് തയ്യാറാക്കാം. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അതങ്ങ് കൊടുക്കാം. അതോടെ അവന്റെ വെടി തീരും. മേഘനെ അടിച്ചൊതുക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. പക്ഷേ അവന്റെ ഭാര്യയെ സാഗറിന് കൊടുത്ത് ആദ്യ തിരിച്ചടി നൽകി കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സമ്പത്ത് മോഹിച്ച് നടക്കുന്നവന്റെ ഉള്ള സമ്പത്തും കൂടി തീരട്ടെ. അത്യാഗ്രഹികൾക്ക് അങ്ങനെയാ മറുപടി കൊടുക്കേണ്ടത്. നീ വാ. സാറേ, ദേ ഈ കുട്ടിയെയാ അവൻ വിവാഹത്തിന് മുമ്പ് വഞ്ചിച്ചത്. ഈ മാനസയും മേഘനും തമ്മിലുള്ള അടുപ്പത്തില് ഇവർക്കൊരു കുഞ്ഞുണ്ട്. അത് മറച്ചു വെച്ചിട്ടാ അവൻ അവന്റെ മുറപ്പെണ്ണിനെ വിവാഹം കഴിച്ചത്. എന്നിട്ടാ അവസാനം മുറപ്പെണ്ണ് വേറൊരാളിന്റെ കൂടെ പോയെന്നും പറഞ്ഞ് അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല, അവന്റെ വിവാഹം നടക്കുന്ന സമയത്ത് അവൻ വിവാഹിതനാകാൻ പോകുന്ന കാര്യം മാനസിക്ക് അറിയാമായിരുന്നോ? അറിയായിരുന്നു സർ. ആ, കൊള്ളാം. എന്നിട്ടാണോ അത് തടയാൻ നോക്കാതിരുന്നത്? അത് പിന്നെ ആദ്യമേ അവൻ എന്നെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. അത് ശരി. അപ്പൊ വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് സ്വന്തം ജീവിതം തുലച്ചത് അല്ലേ? അത് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് അതെനിക്കറിയില്ലായിരുന്നു സർ. ഞാനൊരു അമ്മയാകാൻ പോകുന്ന വാർത്ത കേട്ട ശേഷം മേഘൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചതാ കുഞ്ഞിനെ കളയാൻ. അങ്ങനെ ഒരു ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പോയതാ. എന്നിട്ട് പക്ഷേ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ച അമ്മയ്ക്കും കുഞ്ഞിനും അത് ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ വേണ്ടാന്ന് വെച്ചു. ആ സമയത്താ മേഘന്റെ അവസ്ഥകൾ പറഞ്ഞത്. മേഘനെ കാത്തിരിക്കാൻ ഒരു മുറപ്പെണ്ണുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ അവർക്കിടയിലേക്ക് ഞാൻ പോയില്ലെന്ന് അവന് ഞാൻ വാക്ക് കൊടുത്തു. എന്തിനാ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോയത്? സാറേ, അവൻ ഈ മാനസയല്ലാതെ ഒരുപാട് പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ട് സാറേ. കംപ്ലൈന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. അവന്റെ ഭാര്യയെ വേറൊരുത്തൻ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോ അവനത് ഓർത്ത് കാണത്തില്ല. അതിനേക്കാൾ വലിയ തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടെന്ന്. അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭയങ്കര പ്രശ്നക്കാരനാ സാറേ. സ്വത്തിനും പണത്തിനും വേണ്ടി ആരെയും തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത ഒരുത്തനാ. ഇപ്പോ മാനസിക നേരെയും ഭീഷണിയുണ്ട്. മാനസയെ വകവരുത്തുന്ന ഇപ്പൊ അവൻ പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന് ചെലവിന് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. അതൊക്കെ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. ആ, എന്നാ പിന്നെ പേടിക്കാനൊന്നുമില്ല. അവനെ ഞാൻ ഇന്ന് തന്നെ പൊക്കിക്കോളാം. സ്റ്റേഷൻ ജാമ്യം പോലും കൊടുക്കാൻ പറ്റാത്ത കേസാ. ആ സാഗർ എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്തപ്പോ അവന്റെ നിലവിലുള്ള ഭാര്യ അവനെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്നു. എന്ന് മാത്രമല്ല, ആ കുട്ടി സാഗറിനെ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യവും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മാനസ മേഘന്റെ വഞ്ചന തുറന്നു കാട്ടിയതുകൊണ്ട് കേസ് കോടതിയിലെത്തും. അവിടുന്ന് അവന് ജാമ്യം എടുക്കാൻ പറ്റും. ശരി സാർ. അല്ല, ആരും അങ്ങനെ മെടുക്കനാവാൻ പാടില്ലല്ലോ സാർ. ക്രൂരമായി അവന്റെ ചതിയിൽ അകപ്പെട്ടവളാ മാനസ. അതിന് മാനസയ്ക്ക് നീതി കിട്ടണം. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ശരി സാർ. ശരി, വരൂ. ഓക്കെ സാർ.
താഴ്ത്തു. എന്താ സാറേ? എന്താണെന്ന് അറിഞ്ഞാലേ നീ ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളോ? മര്യാദക്ക് ഇറങ്ങി വേടാ. സാറേ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെങ്കിൽ സാറിന്റെ വണ്ടിയുടെ പിന്നാലെ വന്നോളാം. നിന്നെപ്പോലുള്ളവരെ കയറ്റിക്കൊണ്ട് പോകാനാ ഈ പോലീസ് വാഹനം. അവിടെ നീ പ്രമാണിയെ പോലെ നിന്റെ കാറിൽ വരണ്ട. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ. ഇതിനകത്തിരുന്ന് ഓരോന്ന് പറയാതെ ഇറങ്ങടാ. എന്താ സാറേ കാര്യം? അതൊക്കെ അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. വളരെ വിശദമായി തന്നെ സംസാരിക്കാം. ആ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്കെതിരെ ആ സാഗറും കൂട്ടാളികളും കൊടുത്ത കള്ളക്കേസായിരിക്കും അല്ലേ സാറേ? കേസ് കള്ളക്കേസാണോ അല്ലേന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറിപ്പോ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറിയാട്ടെ. സാറേ, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാ. കയ്യബദ്ധം പറ്റി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ കൊലയാളിയാ. അല്ലാതെ കോടതിയുടെ മുമ്പിൽ പോയിട്ട് ഒരു അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാലേ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണെന്ന് പറഞ്ഞ് കോടതി കേസൊന്നും തള്ളിക്കളയില്ല. അത് ചില ആക്സിഡന്റ് കേസുകളിൽ മാത്രം സംഭവിക്കുന്നതാ. അല്ലാതെ നീ ഒരുത്തന്റെ നെഞ്ചത്ത് കത്തിയെടുത്ത് കുത്തിയിട്ട് അത് അബദ്ധമാണെന്ന് പറഞ്ഞാലേ ഒരിക്കലും ഒരു കോടതിയും അത് കേൾക്കത്തില്ല. സാറേ, എനിക്കെതിരെ ആരാ സാറേ പരാതി തന്നത്? കേസ് തന്നത് ആരാണെന്നൊക്കെ നീ ഇപ്പോ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അതിനപ്പുറം നിനക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നീ എനിക്കൊപ്പം സ്റ്റേഷൻ വരെ വന്നേ പറ്റൂ. കേറ് സാറേ. കേറടാ അങ്ങോട്ട്. സാറേ, കേറ്. 6 അടി നീളമോ അതിനൊത്ത വണ്ണമുള്ളവനാ. ചിലപ്പോഴേ വഴുതി പൊക്കളയും. കേറടാ സാറേ. ഞാൻ ഹലോ കേറടാ. സാറേ, എന്നെ പോലുള്ളവരെ പോലീസ് വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് കുറച്ചിലല്ലേ സാറേ? ആർക്ക് കുറച്ചില്? പോലീസിനോ? എടാ, ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ലടാ. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ പോലുള്ളവർക്ക് ഇരിക്കാനുള്ള വാഹനമാ ഇത്. അല്ലാതെ നിനക്കൊക്കെ എസ്കോർട്ട് വരാനുള്ളതല്ല. വണ്ടി എടുക്ക. സാർ, സാഗരേട്ടാ, കാര്യങ്ങളുടെ പോക്ക് ഈ ഗതിയിലായതുകൊണ്ട് എനിക്ക് സാഗരേട്ടനെ നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട്. നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ഇന്ന് എത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിക്കണം. അങ്ങനെയെങ്കിൽ ഇനി ഒരു മുറിയില് നമ്മൾ രണ്ടായി കഴിയാൻ പാടില്ല. സാഗരേട്ടന് എനിക്കിപ്പോ വിശ്വാസമാ. സാഗരേട്ടനോടൊപ്പം ജീവിച്ച് ഏട്ടന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായി ജീവിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അതിനൊരിക്കലും ഇനി ഏട്ടൻ തടസ്സം നിൽക്കരുത്. അത് മഞ്ജു, ഒന്നും പറയണ്ട. മേഘ നമ്മളെ എന്തെങ്കിലും തരത്തിൽ വേർപെടുത്തുവാണെങ്കിൽ അതിനു മുമ്പ് ഞാൻ എല്ലാ അർത്ഥത്തിലും ഏട്ടൻ്റെതായി മാറണം. എന്റെ ജീവിതത്തില് ഇനി മറ്റൊരാളില്ല. ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ചത് അവന് വേണ്ടിയായിരുന്നു. പക്ഷെ അവൻ എന്നെ ക്രൂരമായി ചതിച്ചു. അതുകൊണ്ടിനി അവനെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്തവൻ നാളെ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. മാർക്കൊക്കെ പേടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് അവൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ മൂർഖനാണ് അച്ഛനും മോനും ഒക്കെ. അതുകൊണ്ട് തള്ളിക്കളയാനും പറ്റില്ലല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ ഞാൻ ഏട്ടനോട് പറഞ്ഞത് ഇനി നമ്മൾ രണ്ടല്ല ഒന്നാണെന്ന്. അത് നമ്മുടെ ബെഡ്റൂമിലും അങ്ങനെ തന്നെ വേണം.
പെൺകുട്ടി ആണിനോട് ഇങ്ങനെ പറയുമ്പോഴാ അവന് ആത്മവിശ്വാസം വരുന്നത്. ഇനി എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും നിന്നെ ഞാൻ സംരക്ഷിക്കും മഞ്ജു. ഇത്രയും കാലത്തെ എന്റെ നെറുകെട്ട ജീവിതം അവസാനിപ്പിച്ചതിന് എനിക്ക് ദൈവം തന്ന നിധിയാ നീ. ആ നിന്നെ ഞാനൊരു കേടുപാടും കൂടാതെ സംരക്ഷിക്കും. അയാൾക്കിനി പെട്ടെന്നൊന്നും എഴുന്നേറ്റെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം അയാളൊന്ന് എഴുന്നേറ്റ് നടക്കാൻ. അതായത് വീൽ ചെയറിലായിരിക്കും സഞ്ചാരം എന്നർത്ഥം. അല്ല, ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഡോക്ടറെ, ഇപ്പോ കാൽവിരലുകളൊക്കെ ചലിക്കുന്നുണ്ട്. ഞാൻ പോലും ചില നേരങ്ങളിൽ തോമസ് സാറിനെ ആശ്രയിക്കാറുണ്ട്. അതൊരു കുറച്ചിലായി കണ്ട് പുറത്തു പറയാൻ മടിക്കുന്നില്ല. ഞങ്ങൾ പോലും തോൽക്കുന്നിടത്ത് നിന്ന് തോമസ് സാറ് പല കേസിലും വിജയം കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ? ആ, തുടക്കത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ച് പ്രതീക്ഷ വന്നിട്ടുണ്ട്. പിന്നെ പേടിക്കാനൊന്നുമില്ല. അദ്ദേഹം 100% ഉറപ്പ് ആർക്കും കൊടുക്കാറില്ല. എങ്കിലും പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണണം. പിന്നെ എന്റെ ഇംപ്രൂവ്മെന്റിനെ പറ്റി എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാ. മനസ്സിലായി. കണ്ണൻ എന്റെ വർഷങ്ങളായിട്ടുള്ള പേഷ്യന്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാമല്ലോ. ആരോടും ഒന്നും പറയണ്ട. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് എല്ലാരും അറിയുന്നതാ നല്ലത്. ഇടയ്ക്ക് ഞാൻ തോമസ് സാറായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തന്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി ചോദിച്ചോ, അപ്പൊ വിശദമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയും. അപ്പോഴേ തന്റെ അമ്മാവന്റെ അടുത്തോട്ടാ ഞാൻ പോകുന്നേ. അയാൾക്ക് ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അയാളെ ഇപ്പം മുറിക്ക് പുറത്തിറക്കും. തനിക്ക് കാണണമെങ്കിൽ വാ. വാ പോ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ കൊച്ചിന്റെ കല്യാണം നടത്താൻ. ഇതിപ്പോ മോന് ജോലിയും കൂലിയില്ല, അച്ഛൻ കിടപ്പിലുമായി. പിന്നെ അവളുടെ കല്യാണം ആർഭാടമായിട്ട് നടത്താന്ന് കരുതിയത് മഞ്ജുന്റെ സ്വത്ത് കണ്ടിട്ടാ. അവക്കൊന്നും കിട്ടിയതുമില്ല, അവളിതേ ഒളിച്ചോടി പോവുകയും ചെയ്തു. ഈശ്വരാ, ഇതൊരു വല്ലാത്ത വിധി തന്നെ. ഏതു നേരവും സംഭവിച്ചതിനെ പറ്റി പഠിക്കാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഇത്രയും കാലം ജോലി ചെയ്ത് എന്റെ നല്ലൊരു വിഹിതം ബാങ്കിൽ കിടപ്പുണ്ട്. കുറച്ച് പറമ്പുണ്ട്. അതൊക്കെ വിറ്റ് മോടെ കല്യാണം ആർഭാടമായിട്ട് നടത്താം. നീ ഒന്ന് അടങ്ങ് സീമന്തിനി. എങ്ങനെയുണ്ട്? ഒരേ കിടപ്പ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിലും നല്ലത് വീട്ടിലേക്ക് പോകുന്നതല്ലേ ഡോക്ടറെ? അയ്യോ, ഇന്ന് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് വേണം ഡിസ്ചാർജ് ചെയ്യണോ വേണ്ടെന്നൊക്കെ പറയാൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് നട്ടലിന്റെ ഒരു എക്സ്റേയും കൂടി എടുക്കണം. ഇനി ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാ അല്ലേ ഡോക്ടറെ? വൈദ്യശാസ്ത്രത്തിനൊരു പരിമിതിയുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വീണത് സിമന്റ് തറയിലേക്ക്. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അത്ഭുതം എന്നേ പറയാൻ പറ്റൂ. എങ്ങനെ ജീവിച്ചിരിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ ഡോക്ടറെ എന്ന് ഞങ്ങൾക്ക് കരുതാൻ പറ്റില്ലല്ലോ. വീഴ്ചയുടെ ആഘാതത്തിൽ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ പോലും സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ക്രിയാറ്റിനൊക്കെ വളരെ കൂടി നിൽക്കുക. അതൊക്കെ ഒന്ന് നോർമലായി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇദ്ദേഹത്തെ ലാബിലേക്ക് മാറ്റൂ. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അധികം വെള്ളമൊന്നും കൊടുക്കരുത്. ഒരു ലിമിറ്റിന് മതി. ശരി ഡോക്ടറെ. പേഷ്യന്റിനെ ലാബിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യൂ. ശരി ഡോക്ടർ. എന്നാ ശരി. ഇനി ലാബിൽ കയറ്റിയിട്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുമോ എന്തോ. അതിന്റെ റിസൾട്ട് കൂടെ നെഗറ്റീവായ പിന്നെ ആശുപത്രി തന്നെ ശരണം. എനിക്ക് എന്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടീ, ഞാനിങ്ങനെ കിടക്കുമ്പോഴും നിനക്കെന്നോട് ദേഷ്യം അല്ലേടി സീമന്തിനി? എങ്ങനെ ദേഷ്യം വരാതിരിക്കും?
മണ്ടത്തരം കണ്ടുപിടിച്ച ഒരു അച്ഛനും ഉണ്ട്, മോനും ഉണ്ട്. കൂട്ടിനൊരു പ്രതാപനും. എല്ലാരും കഴുതകളാ. വരുന്നുണ്ട്. ഇയാള് തന്നെയായിരിക്കും ആ ആക്സിഡന്റിന്റെ പിന്നിലും. അതിനാണ് സാധ്യത. അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനൊരു വിധി ഉണ്ടാകുമോ? വളക്കി 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 വളക്കി. അമ്മാവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അന്ന് ഐസിയുയിൽ കിടന്നപ്പോ അകത്ത് കയറി കാണാൻ പറ്റിയില്ലല്ലോ. കണ്ട് രസിക്ക്. വീൽ ചെയറിലായി ഇങ്ങേരുടെ യാത്ര. ആ, അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷേ കർമ്മഫലത്തെ തിരുത്താൻ ആർക്കും പറ്റില്ലല്ലോ. എന്റെ മോനെ കണ്ണാ, എന്റെ കർമ്മങ്ങളൊക്കെ നല്ലതാ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നിന്റെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കഷ്ടപ്പാടിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി പ്രയോജനം അമ്മാവനും കിട്ടിയിട്ടുണ്ട്. മോനെ കണ്ണാ, സ്വാതിയുടെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല. നല്ലൊരു ആലോചന വന്നാല് അത് മുന്നിൽ നിന്ന് ഞാൻ തന്നെ നടത്തി കൊടുക്കാം. പക്ഷേ അച്ഛന്റെ മോന്റെ സ്വഭാവം മാറ്റണം. ഞങ്ങളെ ജീവിക്കാൻ ഇനിയെങ്കിലും അനുവദിക്കണം. മോനെ കണ്ണാ, നീ പറഞ്ഞ മഞ്ജു കേക്കും. അവളെ എങ്ങനെങ്കിലും തിരിച്ചു വിളിച്ചോണ്ട് വാടാ മോനെ. എന്തിനാ വരുന്നത്? ഒരു രാക്ഷസനൊപ്പം ജീവിക്കാനോ? മേഘനെ മഞ്ജു വിട്ടുപോയതില് ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ അവള് തെരഞ്ഞെടുത്ത ആള് നിങ്ങളുടെ മോനെ പോലെ തന്നെ ഒരുത്തനായിപ്പോയി. അതിലേ ഞങ്ങക്ക് സങ്കടമുള്ളൂ. സ്വന്തം മരുമകൾ അന്യപുരുഷനെ സ്നേഹിക്കുകയും അവനോടൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും അവളെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കില്ല. ഇവിടെ പക്ഷെ അതിന് വിപരീതമായിട്ട് ചിന്തിക്കുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങൾക്കൊക്കെ സ്നേഹം അവളുടെ സ്വത്തില. പക്ഷേ ഇനി നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ സമ്പത്തൊന്നും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനിയെല്ലാം കൈകാര്യം ചെയ്യാൻ പോകുന്നതേ ഇയാളാ. അതുകൊണ്ട് ഇയാളെ കനിയണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അതെ, ഇവിടെ എന്തിനാ നോക്കി നിൽക്കുന്നേ? ലാബിലോട്ട് കൊണ്ടുപോകും എക്സ്റേ എടുക്കാൻ. നാട്ടല് നിവർന്ന് വന്നില്ലെങ്കിൽ നിനക്ക് ചിരിക്കാവടാ കണ്ണാ. നിനക്ക് കൂട്ടിന് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു അമ്മാമനും ഉണ്ടെന്നും പറഞ്ഞു. കൊണ്ടുപോ കൊണ്ടുപോ. ഹോസ്പിറ്റൽ ബില്ലൊക്കെ നമുക്കങ്ങ് പേ ചെയ്താലോ കണ്ണേട്ടാ? ഇൻഷുറൻസ് ഒക്കെ ഉള്ളതാ. ഇല്ലെങ്കിൽ തന്നെ വളഞ്ഞ വഴിയിൽ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബില്ല് പേ ചെയ്യാനൊന്നും പ്രയാസമില്ല. താൻ വാ. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.